ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല വേണ്ടാത്ത പണിക്ക് പോകണ്ടെന്നുള്ളത്. എനിക്കുള്ള ജോലി ചെയ്ത് നിന്നാൽ മതിയായിരുന്നില്ല. ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു സ്ട്രഗ്ലിങ് ഒരു സുഹൃത്തിനോട് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോട് പറയുന്ന സമയത്ത് ഇങ്ങനെ ആൻസർ ലഭിക്കാറുണ്ടോ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെ കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ആളോട് പറയാം. മിനിമം ചെറിയൊരു ബിസിനസ്സെങ്കിലും ചെയ്ത ആളോട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുന്ന ആളോട് മാത്രം പറയാം. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സ്വപ്നമാണ്, നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങളുടെ ലക്ഷ്യമാണ്. അത് മറ്റൊരാൾക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കില്ല. സ്ട്രഗ്ലിംഗ് ഉണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, പ്രയാസങ്ങൾ വരും, മടുപ്പ് വരും. അപ്പോഴൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം ഒന്നും കൂടെ ആവർത്തിച്ച് ചോദിച്ചു നോക്കുക. പിന്നെ എന്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു? ആ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളെ ഫുൾ എനർജറ്റിക് ആക്കാനും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. പറയുന്നവർ പറയട്ടെ, അതിലേക്ക് ഫോക്കസ് ചെയ്യല്ലേ. രണ്ട് ചെവിയും ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് നേരെ നിൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ തൊട്ട് മുന്നിലായിട്ട് വിജയം കിടപ്പുണ്ട്. അങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പോകും. നിർത്തല്ലേ, മടുപ്പ് വന്നോട്ടെ, അനലൈസ് ചെയ്യുക, പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, സോൾവ് ചെയ്യാൻ സാധിക്കും. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അതിനെന്ത് ചെയ്യണം? കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും ഇന്ന് സ്വസ്ഥമായിട്ടിരിക്കാനും ഒരു പേനയും പേപ്പർ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യാനും കൂടെ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം.